ഒരു ശിശുവിനെ പോലെ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ സ്നേഹം സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നാമതായി, യേശുവിൻ്റെ കാലത്തെ സമൂഹം. പ്രായപൂർത്തിയായ പുരുഷന്മാരെയും കുട്ടികളെയും മുതിർന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും ആയിരുന്നു ഇസ്രയേൽ ജനം, യഹൂദജനം വിലമതിച്ചിരുന്നത്. അടിമകളോ സേവകരോ ഏറ്റവും ഒടുവിലത്തെ പട്ടികയിലും. എന്നാൽ കുട്ടികളുടെ കാര്യം അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അഥവാ സംസാരിച്ചിരുന്നില്ല. യേശുവിൻ്റെ കാലത്ത് ഒരു റബ്ബിയാൽ അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളെ ജനിപ്പിക്കുന്ന ആചാരം യാക്കോബ് തൻ്റെ പേരക്കുട്ടികളെ അവരുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച കാലം മുതൽ നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 48, 14, 16 വാക്യങ്ങളിൽ നമുക്കത് കാണാം. അക്കാലത്ത് കുട്ടികളുടെ ആത്മീയ വളർച്ചയുടെ ഉത്തരവാദിത്വം പിതാക്കന്മാർക്കായിരുന്നു. നിയമാവർത്തനം 6-ാം അധ്യായം 4-7, എഫേസ്യസ് 6:4. കുട്ടികളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് പിതാക്കന്മാർ ആയിരിക്കാനാണ് സാധ്യത. കുടുംബത്തിൻ്റെ ആത്മീയ തലവന്മാർ കുട്ടികളെ അഥവാ 12 വയസ്സിന് താഴെയുള്ളവരെ ബലഹീനരും ശക്തിയില്ലാത്തവരും പ്രാധാന്യം കുറഞ്ഞവരുമായി കണക്കാക്കിയിരുന്നു. അതിനാൽ കുട്ടികളെ യേശുവിൻ്റെ അടുക്കൽ അനുഗ്രഹിക്കാനായി കൊണ്ടുവരുന്നത് തടയാൻ ശിഷ്യന്മാർ ശ്രമിക്കുന്നു. എന്നാൽ യേശു കുട്ടികളെ അനുഗ്രഹിക്കുന്ന ഈ സംഭവം ദൈവത്തെ സ്വാഗതം ചെയ്യുന്നതിനെക്കുറിച്ചും ദൈവം ആവശ്യപ്പെടുന്നതിനോടും മഹത്വത്തോടും വിശ്വസ്തത പുലർത്തുന്നതിനെക്കുറിച്ചും കർത്താവ് പഠിപ്പിക്കുവാനുള്ള അവസരമായി കാണുകയാണ് ചെയ്യുന്നത്. യേശുനാഥൻ്റെ മരണത്തെക്കുറിച്ചുള്ള 2 പ്രവചനങ്ങൾക്കിടയിലാണ് ഈ സുവിശേഷ ഭാഗം, ഈ സംഭവം വരുന്നത്. അതായത് അത്രത്തോളം പ്രാധാന്യം, അർത്ഥം കർത്താവ് ശിശുക്കളെപ്പോലെ നാം ആകുന്നതിന് നൽകി എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, ശിശുക്കളെ തടഞ്ഞ ശിഷ്യന്മാരോട് കർത്താവ് കോപിച്ചിട്ടുണ്ടാകണം. വിവാഹമോചനത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ചർച്ചയ്ക്കിടയിൽ യേശുവിനോട് സംസാരിക്കുന്ന ശിഷ്യന്മാരെ ഇത് അലോരസപ്പെടുത്തിയിരിക്കാം. കുട്ടികളെ കൊണ്ടുവരുന്ന ആളുകളോട് അവർ കാർക്കശ്യത്തോട് സംസാരിച്ചു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയാണ്. എന്നാൽ യേശു കോപിച്ചു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ പിതാക്കന്മാർ കൊണ്ടുവന്ന കൊച്ചുകുട്ടികളെ പോലെ തങ്ങളും കർത്താവിൻ്റെ ആലിംഗനത്തിന് തുറന്ന് മനസ്സോടുകൂടി വ്യാപരിക്കേണ്ടതുണ്ട് എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെടുവാനുള്ള തുറവിയാണ് കുഞ്ഞുങ്ങളെപ്പോലെ ആവുക എന്നതിൻ്റെ ഏറ്റവും വലിയ സത്യം. എന്നിട്ട് കർത്താവ് അവരെ കൈകളിലെടുത്ത് അനുഗ്രഹിക്കുന്നു. യേശു അവരെ തൻ്റെ കൈകളിൽ എടുക്കുന്നു എന്ന ആശയം ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികൾ അവരുടെ ശക്തിയില്ലായ്മയും സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും ഉയർത്തിക്കാട്ടുന്ന 5ഉം 6ഉം വയസ്സും പ്രായമുള്ള ഈ മക്കളെ കർത്താവ് കരങ്ങളിലെടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവ് കരങ്ങളിലെടുത്ത് അനുഗ്രഹിക്കുവാൻ പാകത്തിന് നാം ദൈവത്തിൻ്റെ മുൻപിൽ കുട്ടികളായി, ശിശുക്കളായി മാറേണ്ടതുണ്ട് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. 3, സ്വയ ആശ്രയബോധം. ജനങ്ങൾ വളരെയധികം സ്വയം ആശ്രയിക്കുന്നവരാണെന്നും അതിനെ യേശു വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ് ഈ പ്രവൃത്തിയിലൂടെ. സ്വയം സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാൻ കുട്ടികൾക്ക് ആവുകയില്ല. അവരിലുള്ള സ്നേഹം മറ്റുള്ളവർ അവരെ സ്നേഹിക്കുന്നതിലൂടെ മാത്രം മനസ്സിലാക്കുന്ന പ്രായമാണല്ലോ അവരുടേത്. അതുകൊണ്ട് തന്നെ സ്വയമേവ ദൈവത്തെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്കാവുകയില്ല. ദൈവം നിങ്ങളെ എടുത്ത് പരിലാളിക്കുമ്പോഴും നെഞ്ചോട് ചേർത്ത് വച്ച് അനുഗ്രഹിക്കുമ്പോഴും മാത്രമേ ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്കറിയുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് കുട്ടികളെ പോലെ നാം ആകേണ്ടതിൻ്റെ ആവശ്യകത. കർത്താവായ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർ എപ്രകാരമുള്ളവരായിരിക്കണം എന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. ഈ വചനത്തിലൂടെ നാമും ക്രിസ്തുവിന് എപ്രകാരമുള്ളവരാകണമെന്ന് ക്രിസ്തു നമ്മയും ഉദ്ബോധിപ്പിക്കുകയാണ്. ശിശുവിനെ പോലെ നാം ചെറുതാകുമ്പോൾ മാത്രമേ
ദൈവത്തെ ബോധ്യത്തോടുകൂടി സ്നേഹിക്കുവാൻ അഥവാ ദൈവസ്നേഹത്തെ ബോധ്യത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ നമുക്കാവുകയുള്ളൂ. എവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.